ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 15, പേജ് നമ്പർ 678. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ഛൈവ നിർഗുണം ഗുണഭോക്ത്യ ച. പദാനുപദം. സർവേന്ദ്രിയ ഗുണാഭാസം സകല ഇന്ദ്രിയങ്ങളുടെയും അവയുടെ ഗുണങ്ങളുടെയും ഉറവിടമായതും, സർവേന്ദ്രിയ വിവർജിതം ഇന്ദ്രിയങ്ങളൊന്നുമില്ലാത്തതും, അസക്തം ഒന്നിനോടും ശക്തിയില്ലാത്തതും, സർവഭൃത് ച ഏവ സർവത്തിനെയും പരിഹരിക്കുന്നതും, നിർഗുണം ഭൗതിക ഗുണരഹിതവും, ഗുണഭോക്തൃ ച ഗുണങ്ങളുടെ ഭോക്താവും, ഗുണങ്ങൾക്കുടമയും. വിവർത്തനം. സർവേന്ദ്രിയങ്ങളുടെയും ഉത്പത്തിസ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടുത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്. ത്രിഗുണാതീതനും അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. ഭാവാർത്ഥം. ജീവസത്തകളുടെ സർവേന്ദ്രിയങ്ങളുടെയും ഉദ്ഭവസ്ഥാനമെങ്കിലും അവർക്കുള്ളതുപോലെയുള്ള ഭൗതികേന്ദ്രിയങ്ങളല്ല പരമപുരുഷനായ ഭഗവാനുള്ളത്. വാസ്തവത്തിൽ വ്യക്തിഗതാത്മാക്കൾക്കും ആത്മീയേന്ദ്രിയങ്ങളുണ്ട്. ബദ്ധമായ ജീവിതത്തിൽ ഭൗതിക ഘടകങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണവ. അതുകൊണ്ട് ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ഭൗതിക പദാർത്ഥങ്ങളിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നു മാത്രം. അപ്രകാരം മൂടപ്പെട്ടതല്ല പരമാത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ. അഭൗതികങ്ങളാകയാൽ അവയെ നിർഗുണങ്ങളെന്നു പറയുന്നു. ഗുണങ്ങൾ എന്നാൽ ഭൗതിക ഗുണങ്ങൾ എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഭൗതികതയുടെ ആവരണങ്ങളില്ല. അത് നമ്മുടേതുപോലെയല്ല എന്നു മനസ്സിലാക്കണം. നമ്മുടെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉദ്ഭവസ്ഥാനമെങ്കിലും അദ്ദേഹത്തിന് ഭൗതികതാ മാലിന്യം തീണ്ടാത്ത അഭൗതികേന്ദ്രിയങ്ങളാണുള്ളത്. അപാണിപാദോ ജനനോ ഗ്രഹീത എന്ന് തുടങ്ങുന്ന സൂക്തത്തിൽ ശ്വേതസദരോപനിഷത്ത് 3:19 ഈ വിഷയം ഭംഗിയായി വിവരിക്കുന്നു. ഭഗവാന്റെ കൈകൾ ഭൗതിക മാലിന്യം സ്പർശിക്കാത്തവയാണ്. എങ്കിലും
ഭക്തിപൂർവം അർപ്പിക്കപ്പെട്ടതെന്തും സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കൈകളുണ്ട്. ഇതാണ് ബദ്ധനായ ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹത്തിനും കണ്ണുകളുണ്ട്. അവ ഭൗതികങ്ങളല്ലെന്നു മാത്രം. ഇല്ലെങ്കിൽ കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമായതിനെയെല്ലാം അദ്ദേഹത്തിന് എങ്ങനെ കാണാൻ കഴിയും? ആ പരമാത്മാവ് ജീവികളുടെ ഹൃദയങ്ങളിൽ കുടികൊണ്ടിട്ട് അവർ മുമ്പ് ചെയ്തതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ സകലതിനെയും അറിയുന്നു. ഇതും ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാം അറിയാം. എന്നാൽ അവിടുത്തെ അറിയുന്നവരായിട്ട് ആരുമില്ല. ഭഗവാന് നമ്മുടേതുപോലുള്ള കാലുകൾ ഇല്ലെങ്കിലും ആധ്യാത്മികങ്ങളായ കാലുകളുള്ളതിനാൽ അന്തരീക്ഷത്തിലൂടെ നടക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. മഹാപ്രഭു അവ്യക്തിഗതനല്ല. കാലുകളും കൈകളുമെല്ലാം അദ്ദേഹത്തിനുണ്ട്. ഈ പരംപുരുഷന്റെ വിഭിന്നാംശങ്ങളാകയാൽ നമുക്കും ഇവയുണ്ട്. ഒരു വ്യത്യാസമേയുള്ളൂ. അവിടുത്തെ അവയവങ്ങളും ഇന്ദ്രിയങ്ങളുമെല്ലാം ഭൗതിക പ്രകൃതിയിലെ മാലിന്യങ്ങൾ ബാധിക്കാത്തവയാണ്. തൻ്റെ അന്തരംഗ ശക്തിയാൽ സ്വസ്വരൂപത്തിൽ തന്നെയാണ് ഭഗവാൻ പ്രത്യക്ഷീഭവിക്കുന്നതെന്ന് ഭഗവത്ഗീത വീണ്ടും സ്പഷ്ടമാക്കുന്നു. ഭൗതിക ശക്തിക്കുടമയാകയാൽ അതിൻ്റെ മാലിന്യം അവിടുത്തെ ബാധിക്കുകയില്ല. ഭഗവാന്റെ മൂർത്തിത്വം ആധ്യാത്മികമാണെന്ന് വൈദിക സാഹിത്യത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദ വിഗ്രഹമെന്ന് പറയപ്പെടുന്ന ശാശ്വതമായ സ്വരൂപമാണവിടേക്കുള്ളത്. സർവൈശ്വര്യ നിലയമത്രേ ഭഗവാൻ. സർവസമ്പത്തിൻ്റെയും സകല ശക്തികളുടെയും ഉടമയും. ബുദ്ധിശക്തിയും ജ്ഞാനവും അദ്ദേഹത്തിൽ തികവാർന്നിരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ ചില ലക്ഷണങ്ങളാണിവ. സകല ജീവസത്തകളുടെയും സംരക്ഷകനും സർവപ്രവർത്തനങ്ങളുടെയും സാക്ഷിയുമാണദ്ദേഹം. പരമപുരുഷൻ എപ്പോഴും ഇന്ദ്രിയാതീതനാണെന്ന് വൈദിക സാഹിത്യത്തിൽ നമുക്കറിയാം. അവിടുത്തെ ശിരസ്സും മുഖവും കൈകാലുകളും മനുഷ്യർക്കദൃശ്യങ്ങളെങ്കിലും അദ്ദേഹത്തിനവയുണ്ട്. അതീന്ദ്രിയ തലത്തിലേക്കുയരാമെങ്കിൽ നമുക്ക് ഭഗവദ്രൂപം ദൃശ്യമാവുകയും ചെയ്യും. ഇന്ദ്രിയങ്ങൾ ഭൗതികതയാൽ മലിനങ്ങളാകയാലാണ് ഇപ്പോൾ അതിനു സാധിക്കാത്തത്. അതുകൊണ്ടാണ് ഭൗതികത്വം ബാധിച്ച വ്യക്തിശൂന്യവാദികൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഹരേ കൃഷ്ണ.